കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹിന്ദിയിൽ കുറച്ച് വേണ്ട പ്രധാനപ്പെട്ട വാക്കുകൾ പഠിപ്പിക്കാം. പിന്നെ അത് പറയാനും സംസാരിക്കാനും പഠിപ്പിക്കാം. ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യം തൊട്ടുള്ള വീഡിയോ കാണുവാണെങ്കിൽ കൂടുതലായിട്ട് ഹിന്ദി മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് പറയുന്നത് ആജ് എന്നാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആജ്, നാളെ എന്ന് പറയണത് കല്ലെന്നാണ്, കല്ല്. അപ്പോൾ मैं कल तुम्हें अपने साथ घूमने के लिए ले जाऊंगा. ഞാൻ നാളെ കറങ്ങാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോവാം. കൽ ലേ ജാऊंगा. ആജ് मैं तुम्हें अपने साथ घूमने के लिए ले जाऊंगा എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിന്നെ എൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോവാം എന്നാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് വോയേക്ക് ഖോഷിയാർ ഹേ, വോയേക്ക് ഖോഷിയാർ ഹേ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കഴിവുള്ളവർ, ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ് ഖോഷിയാർ. അതുപോലെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വോയേക്ക് സമജ്ദാർ ഹേ, വോയേക്ക് സമജ്ദാർ ഹേ, വോ ബഹുത്ത് സമജ്ദാർ ഹേ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര തിരിച്ചറിവുള്ള ആളാണ്. സമജ്ദാർ, ഒരുപാട് തിരിച്ചറിവുള്ള ആളാണ്, സമജ്ദാർ ഹേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കൂടെ പുറത്ത് പോകുമ്പം അവനായിട്ട് നിങ്ങൾക്ക് പറയണം, ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ആ ട്രെയിന് ഇപ്പോൾ മുംബൈക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നീ ആ ട്രെയിനിൽ പോയിക്കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് മുംബൈയിലെത്താം എന്നെങ്ങനെ പറയുമെന്ന് പറയാം. അബി ഏക് ട്രെയിൻ ഹേ അമൽ, തും ഇസ് ട്രെയിൻ മേ ജാऊंगा तो മുംബൈ ജൽദി പहुंच जाएंगे. അമലെ, ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് മുംബൈയിലേക്ക്, അതിൽ നീ ഇപ്പോൾ പോയിക്കഴിഞ്ഞാൽ നിനക്ക് വേഗം മുംബൈയിൽ എത്താൻ പറ്റും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അമൽ അബി ഏക് ട്രെയിൻ ഹേ, വോ ട്രെയിൻ മേ തും ജായേഗാ തോ മുംബൈ ജൽദി പോച്ച് സക്താ ഹേ എന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിങ്ങൾക്ക് വേഗം പോകാൻ പറ്റും എന്നാണ്. അമലെ, നിനക്ക് ആ ട്രെയിനിൽ പോയാൽ വേഗം മുംബൈയിൽ എത്താൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് പറയണം, നീ കയ്യിൽ ഈ വെള്ളം കൂടി കൊണ്ടുപോക്കോ, നിനക്ക് കുടിക്കാൻ ആവശ്യം വരികയാണെങ്കിൽ, ദാഹിക്കുകയാണെങ്കിൽ നിനക്ക് കുടിക്കാമല്ലോ, അതെങ്ങനെ പറയും? അമൽ തും എ ബോട്ടിൽ പാനി ലേ ജാओ, തുമേ ജബ് പ്യാസ് ലഗേഗാ തബി പീന എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അമലെ, നീ പോകുമ്പോൾ നീ കുപ്പി വെള്ളം കൂടെ കൊണ്ടുപോക്കോ, നിനക്ക് പോകുന്ന വഴിക്ക് കുടിക്കാം, ദാഹം തോന്നുമ്പോൾ നിനക്ക് കുടിക്കാമെന്നാണ്. അമൽ തൂ जाते वक्त पानी भी ले जाओ, रास्ते में तुम्हें प्यास लगेगा तभी പീന എന്ന് പറയാം, അങ്ങനെയും പറയാം. അപ്പോൾ ഈ രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പറയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അമലിൻ്റെ കയ്യിൽ ഒരു കുടയാണ് കൊടുക്കണമെങ്കിൽ എന്നാ പറയണം? മഴ പെയ്യ വല്ലതും ചെയ്യണമെങ്കിൽ നിനക്കൊരു കുട അത്യാവശ്യമാണ്, അതുകൊണ്ട് നീ കുട കൊണ്ടുപോകുമെന്നാണെങ്കിൽ എന്നാ പറയും? അമൽ തും ജാത്തെ വക്ത് ഏ ഛത്രി ലേ ജാओ, തുമേ ബാരിഷ് മേ ബഹുത്ത് കാം ആയേഗ എന്ന് പറഞ്ഞാൽ അമൽ, നീ കുട കൊണ്ടുപോക്കോ, കൂടാ മഴ പെയ്യുകയാണെങ്കിൽ നിനക്ക് ഈ കുട ഭയങ്കരമായിട്ട് അത്യാവശ്യം സമയത്ത് ഉപകാരപ്പെടും, അതുകൊണ്ട് നീ കൊണ്ടുപോക്കോ എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, നീ അവിടെ ചെന്നിട്ട് നീ ഫോൺ ചെയ്യണം, എന്നെ മുംബൈയിലെത്തിയതിന് ശേഷം ഇങ്ങോട്ട് തന്നെ വിളിക്കണം എന്നെങ്ങനെ പറയും? അമൽ തും മുംബൈ മേ ജാക്കർ മുझे കോൾ കർന, മുംബൈ മേ ജാക്കർ തും കോൾ കർന മുझे, അല്ലെങ്കിൽ തും മുംബൈ മേ പോച്ചേഗാ തബി മുझे കോൾ കർന. മുംബൈ മേ പോച്ചേഗാ തബി കോൾ കർന എന്ന് പറഞ്ഞാൽ നീ മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി സംസാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? തുമേ ഭൂക്ക് ലഗ് രഹാ ഹൈ ക്യാ, തുമേ ഭൂക്ക് ലഗ് രഹാ ഹൈ ക്യാ അമൽ, അമൽ തുമേ ഭൂക്ക് ലഗ് രഹാ ഹൈ ക്യാ, നിനക്ക് വിശക്കുന്നുണ്ടോ? അമൽ തുമേ ഭൂക്ക് ലഗ് രഹാ ഹൈ ക്യാ, നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ്. ഇനിയിപ്പോൾ നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അമൽ തുമേ പ്യാസ് ലഗ് രഹാ ഹൈ ക്യാ, തുമേ പ്യാസ് ലഗ് രഹാ ഹൈ ക്യാ, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് ചോദിക്കുകയാണ്, നീ എല്ലാ ദിവസവും ഈ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം വായിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? അമൽ തും ये പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ് കാ ये പേപ്പർ പഠിത്തേ ക്യാ ഹർ ദിൻ, അത് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ പേപ്പർ നീ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ?
അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിപ്പം ഒരാൾ കയറി വരുവാണ്. അപ്പോൾ ആളെ നമസ്കാരം പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ച് അകത്തെ കൊണ്ടുപോയിട്ട് ഒരു കസേരയിൽ ഇരുത്തണമെങ്കിൽ എങ്ങനെ പറയണമെന്ന് പറയാം. अरे अरे भैया आ जाओ, हम अंदर बैठेंगे, अंदर बैठ कर बात करेंगे, आप एक कुर्सी पर बैठ जाओ. ഒരു സഹോദര, നമുക്ക് അകത്ത് പോയിരുന്നിട്ട് സംസാരിക്കാം, കസേരയിലിരുന്ന് സംസാരിക്കാം എന്നാണ്. ആവോ ഭയ്യ അമ്മ അന്തർ ജാക്കർ കുർസി മേ ബൈഠ് കർ ബാത് കറേങ്കെ. നമുക്ക് അകത്ത് പോയിട്ട് കസേരയിലിരുന്ന് സംസാരിക്കാം, വാ ചേട്ടാ എന്നാണ് പറഞ്ഞത്. ഭയ്യ എന്ന് പറഞ്ഞാൽ ചേട്ടാ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേറെ കുറച്ച് കാര്യം പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ ഒരു ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയണം, അവൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പം അവന് നമ്മുടെ അലമാരി കാണിച്ച് തുറന്ന് കൊടുത്തിട്ട് പറയണം, ഇതിനകത്ത് എൻ്റെ നിറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട്, നിനക്കതിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്ന് പറയണം. അപ്പം പറയേണ്ടത് ഇങ്ങനെയാണ്, ഹലോ രാഹുൽ തുമ്മേ आओ, मेरा कपड़ा अलमारी में रखा है, तुम्हें जो भी पसंद आए वो पहन लेना, तुम्हें जो भी कपड़ा पसंद आए वो पहन लेना എന്ന് പറയണം. अरे राहुल अंदर आओ, നീ അകത്ത് വരൂ, ये मेरा कमरा है, इसमें मेरा अलमारी में मेरा कपड़ा रखा है. ഇത് രാഹുൽ അകത്ത് വരൂ, ഇതെൻ്റെ മുറിയാണ്, ഇതിനകത്ത് എൻ്റെ അലമാരിക്കകത്ത് എൻ്റെ ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തിട്ടോ എന്ന് പറയണം. हेलो राहुल तुम अंदर आओ, ये मेरा कमरा है, इसके अंदर मेरा अलमारी में कपड़ा रखा है, तुम्हें जो पसंद आए तो तुम पहन लेना എന്ന് പറഞ്ഞാൽ തും അന്തർ ആവോ എന്ന് പറഞ്ഞാൽ നീ അകത്ത് വരൂ. ഏ കംര മേരാ ഹേ എന്ന് പറഞ്ഞാൽ ഈ മുറി എൻ്റെതാണ്. ഇസ്മേ ഈ അലമാരിമേ മേരാ കപ്പട രക്കാ ഹേ, ഈ അലമാരിയിൽ എൻ്റെ ഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്. കപ്പട എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ആണ് വെച്ചിരിക്കുന്നത്. തുമേ ജോ ബി പസന്തായ ഓ തും പെഹൻ ലേന, നിനക്കതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നീ ഇട്ടോ എന്ന് പറയാം. അത് ധരിച്ചോ, നീ ഇട്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദൂരെയുള്ളൊരു കൂട്ടുകാരനെ വിളിച്ച് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് അവൻ്റെ ശബ്ദം നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അയാളോട് എങ്ങനെ പറയും? ഹലോ രാഹുൽ അല്ലെങ്കിൽ ഹലോ അമൽ, तुम्हारा आवाज़ सुनाई नहीं दे रहा है, शोर से बोलो, तुम्हारा आवाज़ सुनाई नहीं दे रहा है, शोर से बोलो എന്ന് പറഞ്ഞാൽ നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല, ഇച്ചിരി ഒച്ചത്തിൽ പറ, शोर से बोलो. അല്ലെങ്കിൽ ഊച്ചി ആവാസ് में बोलो എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഹലോ അമൽ तुम्हारा आवाज़ सुनाई नहीं दे रहा है, थोड़ा सा ऊंची आवाज़ में बोलो, കുറച്ചുകൂടെ ഒച്ചത്തിൽ പറ. അല്ലെങ്കിൽ शोर से बोलो, ഒച്ചത്തിൽ പറ, ഇച്ചിരി ശബ്ദം കൂട്ടി പറ. ഊച്ചി ആവാസ്മേ പോലോ എന്ന് പറഞ്ഞാലും ശബ്ദം കൂട്ടി പറയുന്നതാണ്, ശബ്ദം കൂട്ടി പറ എന്നാണ്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കണം, നിനക്ക് കഴിക്കാൻ എന്താണ് വേണ്ടത്? ബിരിയാണി വേണോ, അതോ ചപ്പാത്തി വേണോ, അതോ ചാവൽ വേണോ, എന്താണ് ചോറ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ചോദിക്കാം, തുമേ ഖാനക്കെ ലിയേ നാശ്തേ മേ ക്യാ ചാഹിയേ, ബിരിയാണി ചാഹിയേ ക്യാ എന്ന് വെച്ചാൽ നിനക്ക് ഉച്ചക്ക് കഴിക്കാൻ എന്ത് വേണം, ബിരിയാണി വേണോ? അല്ലെങ്കിൽ തുമേ ഖാനക്കെ ലിയേ പൊറോട്ട ചാഹിയേ ക്യാ, നഹീ തോ ചപ്പാത്തി ചാഹിയേ ക്യാ, ചപ്പാത്തി ചാഹിയേ ക്യാ തുമേ, നഹീ തോ തുമേ ചാവൽ ചാഹിയേ ക്യാ ഖാനക്കെ ലിയേ, അങ്ങനെയൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ ചപ്പാത്തി വേണോ, അല്ലെങ്കിൽ ചോറ് വേണോ, അല്ലെങ്കിൽ പൊറോട്ട വേണോ, ബിരിയാണി വേണോ, നമുക്ക് എന്താണ് ഇഷ്ടം അത് വേണോ എന്ന് ചോദിക്കുന്നത് തുമേ ചാഹിയേക്കാന്ന് ചോദിച്ചാൽ മതി. തുമേ ബിരിയാണി ചാഹിയേക്കാ, എന്തിൻ്റെ കൂടെയാണേലും ചാഹിയേക്കാ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവന് മനസ്സിലാകും എന്താണ് ചോദിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ചാർജ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അവനോട് പറയണം, നിങ്ങൾക്ക് ഫോൺ വെക്കണം, പെട്ടെന്ന് തന്നെ വെക്കേണ്ട ഒരു സാഹചര്യമാണ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. വീട്ടിൽ കറണ്ട് പോയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഫോണിൽ ബാറ്ററി ചാർജും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അവനോട് ഇത് പറയണം, കറണ്ട് പോയിരിക്കുകയാണ്, ഫോണിൽ ചാർജ് ഇല്ലെന്ന് പറയണം. അതെങ്ങനെ പറയുമെന്ന് ഞാൻ പറയാം. अभी बिजली गया है अमल, इसीलिए हम
थोड़ी देर बाद बात करेंगे मेरे फ़ोन में चार्ज नहीं है बिजली गया है अमल എന്ന് പറഞ്ഞാൽ ബിജ്ലി കറണ്ട് ഇല്ല അമലെ हम थोड़ी देर बाद फ़ोन करेंगे थोड़ी देर എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഫോൺ ചെയ്യാം അഭി മേരെ ഫോൺ में चार्ज नहीं है ഇപ്പം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഇനിയിപ്പോൾ നമുക്ക് നാളെ സംസാരിക്കാന്നാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി मेरे फ़ोन में चार्ज नहीं है इसलिए हम कल बात करेंगे कल എന്ന് പറഞ്ഞാൽ നാളെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞു തന്നാണ് കല്ലെന്നാണ് ആജ് എന്താണ് അബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കല്ലെന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് കേട്ടോ ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ നിങ്ങൾ വേറെ വല്ല സാഹചര്യത്തിലൊക്കെ കല്ലെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് ആജ് എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ കൊണ്ട് കല്ല് ചേർക്കരുത് കല്ല് പറയേണ്ട നാളെയാണ് നമ്മൾ കല്ലെന്ന് പറയുന്നത് നാളെ കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക ഇന്നലെ എന്ന് പറഞ്ഞാലും നമ്മൾ കഴിഞ്ഞു പോയ ദിവസത്തിനും കല്ലെന്ന് പറയാം പക്ഷേ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന നാളത്തേക്കും പറയണത് കല്ലെന്നാണ് കൽ ദേखेंगे കൽ ഫോൺ കറേങ്കെ കൽ ബാത് കറേങ്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ സംസാരിക്കാം കൽ ബാത് കറേങ്കെ അല്ലെ കൽ ഫോൺ കറേങ്കെ അങ്ങനെ എന്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കല്ല് ചേർക്കാം അതുപോലെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വേറൊരുത്തൻ നിർബന്ധിച്ച് അവനെ ഇപ്പം വെള്ളം കുടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ നിർബന്ധിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിട്ട് പറയാം അരേ तुम उसके साथ ज़बरदस्ती मत करना तुम उसके साथ ज़बरदस्ती मत करना उसे चाहिए तो वो पी लेंगे उसे चाहिए तो वो भी खुद पी लेंगे तुम उसके साथ ज़बरदस्ती मत करना तुम उसके साथ ज़बरदस्ती मत करना എന്ന് പറഞ്ഞാൽ നീ അവൻ്റെ അടുത്ത് നിർബന്ധം പിടിക്കണ്ട നിർബന്ധിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട അവന് വേണമെങ്കിൽ അവൻ കുടിച്ചോളും ഇപ്പം അവനെ നിർബന്ധിക്കണ്ട ज़बरदस्ती मत करना उसके साथ ज़बरदस्ती मत करना എന്ന് പറയാം അതുപോലെ ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഒരാൾ കയറി പിടിക്കുകയാണ് അപ്പം നിങ്ങൾക്കത് കണ്ടു നിന്നിട്ട് അത് ശരിയല്ല അവിടെ കയ്യിൽ നിന്ന് കൈ വിട് പിടിക്കരുതെന്ന് പറയണേ എങ്ങനെ പറയണമെന്ന് പറയാം ഓയക്ക് ലടുക്കിയേ ഉസ്കെ സാത്ത് സബർദസ്തി മത് കർണ ഉസ്ക ആത്ത് ചോടോ എന്ന് പറഞ്ഞാൽ അവളൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളുടെ അടുത്ത് ബലം പ്രയോഗിക്കാനോ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാനോ ഒന്നും നോക്കണ്ട കൈവിടാനാണ് സബർദസ്തി മത് കർണ ഹാത്ത് ചോടോ എന്ന് പറയാം അങ്ങനെ പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൊക്കെ വേണ്ടി വരുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ വാങ്ങിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെന്തായാലും പൈസ കൊടുത്തിട്ടായിരിക്കുമല്ലോ വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കുറവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് പറയണം അതിൽ ഞാൻ വാങ്ങിച്ച സോപ്പും പേനയും കാണുന്നില്ല നിങ്ങളതിന് എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് പക്ഷേ ആ സാധനം തന്നിട്ടില്ല എന്ന് പറയണം നിങ്ങൾ കുറച്ച് ദൂരം വരെ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ തിരിച്ച് വന്നിട്ട് പറയുവാണ് അപ്പോൾ നിങ്ങൾ കടക്കാരൻ്റെ അടുത്ത് പറയണം അല്ലേ ഭായ് സാബ് हमने पूरा पैसा दिया था लेकिन आपने हमारा 2 चीज़ नहीं रखा है इसमें एक पेन और एक ബുക്ക് एक സോപ്പ് नहीं दिख रहा है അങ്ങനെ പറയാം ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു പേനയും കാണുന്നില്ല അല്ലെങ്കിൽ एक ബുക്ക് കിതാബ് नहीं दिख रहा है കിതാബ് और पेन दिखाई नहीं दे रहा है इसमें എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കടക്കാരനെ ഹലോ ഭായ് സാബ് मैंने पूरा पैसा दिया था ഞാൻ മുഴുവൻ പൈസയും തന്നിട്ടുണ്ടായിരുന്നു ഫിർ ബി ആപ്നെ ഏക്ക് ചീസ് നൈ രക്കാ ഇസ്മേ ഒരു സാധനം നിങ്ങൾ ഇതുവരെ ഇതിനകത്ത് വെച്ചിട്ടില്ല കലം और കിതാബ് നൈ രക്കാ ഇസ്മേ പേന എന്ന് പറയാം അല്ലെങ്കിൽ കലമെന്ന് പറയാം കലമെന്ന് പറഞ്ഞാൽ പേന എന്നാണ് കേട്ടോ കലം और കിതാബ് നൈ രക്കാ ഇസ്മേ എന്ന് പറയാം കലമും പേനായും വെച്ചിട്ടില്ല ബുക്കും വെച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങൾ എന്ത് സാധനമാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നത് ഇല്ലാത്തത് അത് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ സോപ്പാണെങ്കിൽ സോപ്പെന്ന് പറയാം ഇപ്പോൾ കഴിക്കുന്ന വല്ലതാണെങ്കിൽ അത് പറയാം ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് എന്ന് പറയാം എന്താണ് സാധനം അത് നിങ്ങൾക്ക് പറയാൻ പറ്റും അത് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ആ സാധനം കാണാതിരിക്കുന്ന എന്താണ് അതിനനുസരിച്ചിട്ട് പറയാം അതിനകത്ത് വെച്ചിട്ടില്ലെന്ന് പറയാം വെച്ചിട്ടില്ലെന്ന് പറയണത് യാ നൈ രക്കാ ഹെ ഇസ്മേ നൈ രക്കാ ഹെ ഓ ചീസ് നൈ രക്കാ ഹെ എന്നും പറയാം ആ സാധനം നിങ്ങൾ വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് വേണം എന്നങ്ങനെ പറയും ഇസിലിയെ മുജെ വോ ചായേ എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ ദേദോ എന്നാണ് പറയുന്നത് ആ മുജെ ഏക്ക്
एक ഗ്ലാസ് പാനി ദേ ദോ, അല്ലെങ്കിൽ എനിക്ക് ഏക്ക് കിതാബ് ദേ ദോ, ഒരു ബുക്ക് തരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോൺ തരാൻ പറയണമെങ്കിൽ ആപ്പ് മുझे ഫോൺ ദേ ദോ, ഫോൺ ദേ ദോ എന്ന് പറയാം. എനിക്കൊരു ഫോൺ താ. നൈതോ ആപ്പ് മേരാ കോ ഏക്ക് ലാപ്ടോപ്പ് ദേ ദോ, ഒരു ലാപ്ടോപ്പ് താ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് സാധനമാണ് വേണ്ടത് അത് വേണമെന്ന് പറയണത് ദേദോ എന്നാണ് കേട്ടോ. ദേദോ എന്ന് പറഞ്ഞാൽ വേണമെന്നാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരുപാട് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഇന്ന് അവൻ ഭയങ്കര സന്തോഷത്തിലാണ്, അവൻ ഒരുപാട് ചിരിക്കുന്നുണ്ട്. അതെങ്ങനെ പറയും? അരേ വോ ദേക്കോ മേരാ യാർ ആജ് ബഹുത്ത് ഖുഷ് ഹൈ, വോ ദേക്കോ മേരാ യാർ ആജ് ബഹുത്ത് ഖുഷ് ഹൈ, വോ ബഹുത്ത് ഹസ് രഹാ ഹൈ, വോ ബഹുത്ത് ഹസ് രഹാ ഹൈ എന്ന് പറഞ്ഞാൽ അത് കണ്ടോ എൻ്റെ കൂട്ടുകാരൻ. യാറെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്. വോ ദേക്കോ മേരാ യാർ ആജ് ബഹുത്ത് ഖുഷ് ഹൈ, ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ഭയങ്കര സന്തോഷത്തിലാണ്, അവൻ ചിരിക്കുന്നു. ഹസ് രഹാ ഹൈ, വോ ഹസ് രഹാ ഹൈ, അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഹസ് രഹാ ഹൈ. ഓ ദേക്കർ മുझे भी हंसी आ रहा है, ഓ ദേക്കർ മുझे भी हंसी आ रहा है എന്നും വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ ഇന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, അത് കണ്ടിട്ട് എനിക്കും ചിരി വരുന്നു. മെരക്കോ ബി ഹസി ആ രഹാ ഹൈ, ഓ ദേക്കർ മുझे भी हंसी आ रहा है അങ്ങനെ പറയാം. അവൻ്റെ ചിരി കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് ചിരി വരുന്നു, എനിക്ക് ചിരി വരുന്നു എന്നങ്ങനെ പറയാം. അവനിന്ന് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്, അവൻ ചിരിക്കുന്നത് എന്ന് പറയാം നമ്മുടെ കൂട്ടുകാരൻ. അങ്ങനെ പറയാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കണം, ഇന്ന് നീ കുളിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാമെന്ന് ഞാൻ പറയാം. ആജ് തും നഹായ നഹീ ഹൈ ക്യാ, ആജ് തും നഹായ നഹീ ഹൈ ക്യാ, ഏക് ബദ്ബൂ ആ രഹാ ഹൈ, ഇങ്ങനെ ചോദിക്കാം. ഏക് ബദ്ബൂ ആ രഹാ ഹൈ, തും നഹായ നഹീ ഹൈ ക്യാ, ഇന്ന് നീ കുളിച്ചില്ലേ, ഒരു ഭയങ്കര മണം വരുന്നു, നിൻ്റെ അടുത്തിരുന്നിട്ട് ഭയങ്കര ഒരു മണം വരുന്നു, നീ കുളിച്ചില്ലേ. ആജ് തും നഹായ നഹീ ഹൈ ക്യാ, ബഹുത്ത് ബദ്ബൂ ആ രഹാ ഹൈ, ഓ ചീത്ത മണം വരുന്നു, ബാഡ് സ്മെല്ല് വരുന്നു, ഭയങ്കര മണം വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയും ആ മേനെ ആജ് നഹായ നഹീ ഹൈ, അല്ലെങ്കിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നഹായ ഹേ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇപ്പം നിന്ന് കുളിച്ചിട്ടില്ലെന്ന് ചോദിക്കണമെങ്കിൽ ആജ് തും നഹായ നഹീ ഹൈ ക്യാ, ആജ് തും നഹായ നഹീ ഹൈ ക്യാ. ഇനിയിപ്പം അവന് ചീത്ത മണം വരുന്ന ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയണമെങ്കിൽ തുംസെ തുമാരെ തുംസെ ഏക് ബദ്ബൂ ആ രഹാ ഹൈ, ബഹുത്ത് ബദ്ബൂ ആ രഹാ ഹൈ, തും നഹായ നഹീ ഹൈ ക്യാ, അങ്ങനെ ചോദിക്കാം. നീ കുളിച്ചില്ലേ, ഒരു മോശം മണം വരുന്നെന്ന് പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഫാനിൻ്റെ സ്വിച്ച് വന്നിട്ട് നിങ്ങളുടെ അമ്മ ഓഫാക്കുവാണ്. അപ്പം നിങ്ങൾക്ക് അമ്മയുടെ അടുത്ത് പറയാം എനിക്ക് ഫാനിൻ്റെ സ്വിച്ച് ഓണാക്കി തന്നെ ഭയങ്കരമായിട്ട് ഉഷ്ണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയണം? മാജി ഫാൻ കാ സ്വിച്ച് ഓൺ കറോ, ബഹുത്ത് ഗർമി ഹൈ ഇസിലിए आप ഫാൻ കാ സ്വിച്ച് ഓൺ കറോ. ഗർമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്ക്. ആ ഫാൻ കാ സ്വിച്ച് ഓൺ കറോ എന്ന് പറഞ്ഞാൽ പങ്കേ കാ സ്വിച്ച് ഓൺ കറോ എന്ന് വേണമെങ്കിൽ പറയാം. പങ്കേന്ന് നമ്മൾ പറയത്തില്ല, ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദിക്കാർ ചിലപ്പോൾ പങ്കേന്ന് പറയും, എന്നാലും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഫാൻ എന്ന് തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഫാൻ എന്നല്ലേ, അതുകൊണ്ട് ഹിന്ദിയിലും ഫാൻ എന്ന് തന്നെ പറയാം, അല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ പറയാം, അല്ലാതെ നമുക്ക് പങ്കേന്നൊന്നും പറയേണ്ട കാര്യമില്ല. പങ്കെന്ന് പറഞ്ഞാലും ഫാനാണ്, ഇങ്ങനെ പറയാം. ആപ്പ് ഫാൻ കാ സ്വിച്ച് ഓൺ കറോ, മുझे बहुत गर्मी हो रहा है. ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യ്, എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് എന്നാണ്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഹിന്ദി തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങളും ആ കാര്യങ്ങളും കൂടെ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹിന്ദിയിൽ 2 ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം നിങ്ങൾ മലയാളത്തിൽ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. तुम्हें कल कहाँ पे जाना है, तुम्हें कल कहाँ पे जाना है, അതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്, ഒരുപാട് പാടുള്ളതല്ല. തുമേ കൽ കഹാ പേ ജാനാ ഹൈ. ഇനി രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളണം, അതിന് ഉത്തരം നിങ്ങളെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അടുത്ത രണ്ടാമതായിട്ട് ചോദിക്കാൻ പോകുന്നത് തുമേ
मुंबई में काम करने का कितने साल का तजुर्बा है? तुम्हें മുംബൈ മേ കാം കർനെ കാ കിത്തനെ സാൽ കാ തജുർബ ഹൈ? തജുർബ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് പറയാൻ പറ്റും തജുർബ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 2 ചോദ്യമാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മറക്കാതെ ബെൽ ബട്ടണും ഹൈപ്പും ഒക്കെ തന്നെ കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ വീഡിയോ നന്നായിട്ടൊക്കെ ചെയ്ത് ഓരോ ദിവസം ഇടാനൊക്കത്തുള്ളൂ. ഹിന്ദി അറിയാൻ മേലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ. നിങ്ങൾ അത് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഹിന്ദി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ്, ഇംഗ്ലീഷ് പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷയാണ്. കാരണം നമുക്ക് നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അത് മനസ്സിലാക്കണം. അത് അറിയാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ വേണ്ട സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ ആരുടെയെങ്കിലും സംസാരിക്കാൻ പറ്റാതെ വരും. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ചെല്ലുമ്പം ഈ ഭാഷകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ഗൾഫിൽ പോയാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അന്നേരം ഇത് പഠിക്കാൻ വേണ്ടി വെപ്രാളം പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർ ഈ സാഹചര്യത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഇത് പ്രയോജനപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മളെ ഏത് കാര്യവും നേരത്തെ പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇപ്പം നീന്താൻ അറിയാൻ മേലാത്ത ആൾ നീന്തൽ പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും വെള്ളത്തിൽ വീഴണമെന്നും വെച്ചിട്ടല്ല, എന്നാലും നമ്മൾ അബദ്ധത്തിലെങ്ങാനും വെള്ളത്തിൽ വീണാൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നീന്തൽ അറിയണം. അതുപോലെ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങളത് അത്യാവശ്യം പഠിച്ചു വെക്കണം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി പറയാൻ പറ്റും. നമ്മൾ എഴുതി പഠിപ്പിക്കാതെ, അക്ഷരങ്ങളെ കാണിക്കാതെ സംസാരിച്ച് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ കഥകളുടെ രൂപത്തിൽ പറഞ്ഞ വീഡിയോയൊക്കെ ഉണ്ട് ആദ്യത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഹിന്ദി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം വേണ്ട ചില വാക്കുകൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.